കിട്ടിയിടത്തോളം നല്ല വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തന്നെ UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. വലിയ പ്രതീക്ഷയും വലിയ ആത്മവിശ്വാസം. അതെ, UDF കാര്യങ്ങളൊക്കെ വിലയിരുത്തി വരികയാണ്. ജില്ലകളിൽ നിന്നൊക്കെ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയിടത്തോളം നല്ല വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തന്നെ UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള പല പ്രചരണങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ടൊരു തെരഞ്ഞെടുപ്പാണ്. ഇതെല്ലാം UDFന് ഗുണമാണെന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഒരു വെല്ലുവിളിയായിരുന്നു ഇലക്ഷന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണമൊക്കെ. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒന്നാമത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ള പോളിംഗ് വർധനവ് കേരളത്തിൽ എപ്പോഴും UDFന് അനുകൂലമായിട്ടാണ് വരാറുള്ളത്. ഇത്തവണത്തെ പോളിംഗ് വർധനവും അങ്ങനെ തന്നെ ആയിരിക്കും. മലബാർ മേഖല 2011 അവസ്ഥ ഉണ്ടാവുന്നതാണ്. ഭൂരിപക്ഷം വർദ്ധിച്ചാൽ UDF അനുകൂലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. അത് ഇത്തവണ UDFന് അനുകൂലമായിട്ട് തന്നെയാണ് പോളിംഗ് വർധനവിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടല്ലോ, അതായത് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ്. അതെ, എല്ലാം കിട്ടുമെന്നാണ്. ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾ ജയിക്കും. കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ കൂടുതൽ ഭൂരിപക്ഷം മുസ്ലിം ലീഗിനും ഉണ്ടാവും. നമസ്കാരം, ഞാൻ അഖില, ഓഡിയോളജിസ്റ്റ് ആണ്. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുകയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലേക്ക് ആകർഷിച്ചത്. എൻ്റെ കുട്ടിയുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ വള്ളുവനാട് വിദ്യാഭവൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, celebrating 33 years of excellence in the field of education. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ.